2024 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് ലോങ് ഡിസ്റ്റൻസ്. കുറച്ചുപേര് അജ്ഞാതമായ ഒരു അന്യഗ്രഹത്തിൽ ട്രാപ്പ് ആയി പോയി. അവിടെ വളരെ തീവ്രമായ പല തരത്തിലുമുള്ള ഏലിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഏലിയൻസ് അവരെ വേട്ടയാടുന്നതും അവർ ആ പ്ലാനറ്റിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. സമീപകാലത്തെ ഭാവിയിലാണ് കഥ നടക്കുന്നത്. മറ്റു ഗ്രഹങ്ങളെയൊക്കെ കോളനിവൽക്കരിക്കുന്ന തരത്തിൽ മനുഷ്യരാശി ഇപ്പോൾ പുരോഗമിച്ചിട്ടുണ്ട്. ബഹിരാകാശത്തിലൂടെ പായുന്ന ഒരു സ്പേസ്ഷിപ്പിന്റെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ഒരുപാട് പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഏതോ ഗ്രഹത്തിലേക്ക് ഖനനം ചെയ്യാനുള്ള തൊഴിലാളികളെയും കൊണ്ടുപോകുന്ന ഷിപ്പാണിത്. എല്ലാവരും ക്രയോ സ്ലീപ്പിലായിരുന്നു. ഏതോ ആസ്ട്രോയിഡ് ബെൽറ്റിനിടയിലൂടെയാണ് പോകുന്നത്. അപ്രതീക്ഷിതമായിട്ട് അതിലൊരു ആസ്ട്രോയിഡ് വന്ന് സ്പേസ്ഷിപ്പിലിടിച്ചു. അത് കാരണം ഷിപ്പിന് കാര്യമായ തകരാറ് സംഭവിച്ചു. ഷിപ്പ് മുഴുവൻ അലാറം മുഴങ്ങാൻ തുടങ്ങി. അത് കേട്ട് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജോൺ അവന്റെ ക്രയോ സ്ലീപ്പ് ചാമ്പറിനുള്ളിൽ ഉണർന്നു. അപ്പോൾ ഷിപ്പ് തകർന്നിരിക്കുന്നുവെന്നും നിന്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഞാൻ ഈ ചാമ്പറിനെ എജക്ട് ചെയ്യാൻ പോവുകയാണെന്നും ഷിപ്പിലെ AI ജോണിനോട് പറഞ്ഞു. എന്നിട്ട് അവന് ചുറ്റും വളരെ വേഗം ഒരു സ്പേസ് സ്യൂട്ട് നിർമ്മിക്കാനും തുടങ്ങി. ജോൺ ആകെ പരിഭ്രാന്തിയിലായി. സെക്കൻഡുകൾക്കുള്ളിൽ ഷിപ്പ് ചാമ്പറിനെ എജക്ട് ചെയ്തു. ഇതുപോലെ ഒരുപാട് പേര് എജക്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഷിപ്പിന്റെ പല ഭാഗങ്ങളും പൊട്ടിത്തെറിക്കുന്നതും നമുക്ക് കാണാം. എല്ലാ ചാമ്പേഴ്സും സമീപമുള്ള ഗ്രഹത്തിനെ ലക്ഷ്യമിട്ടാണ് പോകുന്നത്. പക്ഷെ അതിനിടയിൽ ഷിപ്പിന്റെ പൊട്ടിത്തെറിക്കുന്ന ഭാഗങ്ങൾ വന്നിടിച്ച് പല ചാമ്പേഴ്സും തകരുന്നുണ്ട്. അവസാനം ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപാണ് ജോണിന്റെ സ്പേസ് സ്യൂട്ട് നിർമ്മിച്ചു തീർന്നത്. അന്തരീക്ഷത്തിൽ പ്രവേശിച്ചതും ചാമ്പർ വേഗത കുറയ്ക്കാനുള്ള ചിറകുകൾ വിടർത്തി. പക്ഷെ അത് തകർന്നുപോയി. അത് കാരണം നിയന്ത്രണം നഷ്ടപ്പെട്ട ചാമ്പർ വേഗത്തിൽ വന്ന് നിലം പതിച്ചു. ജോൺ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. അവന്റെ സ്പേസ് സ്യൂട്ടിൽ ലിയോ എന്നൊരു AI അസിസ്റ്റന്റ് ഉണ്ട്. അവൻ പാനിക് ആയപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കുമെന്ന് കരുതി ഡീഫിബ്രിലേറ്റർ ആക്ടിവേറ്റ് ചെയ്യട്ടെ എന്ന് ലിയോ ചോദിച്ചു. എന്നാൽ ജോൺ അത് ഡീആക്ടിവേറ്റ് ചെയ്തു. ജനാല വഴി ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ചുറ്റും മരുഭൂമി പോലത്തെ വിജനമായ സ്ഥലത്താണ് വന്ന് ലാൻഡ് ചെയ്തതെന്ന് അവന് മനസ്സിലായി. റേഡിയോ വഴി മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആരും മറുപടി തരുന്നില്ല. പെട്ടെന്ന് ചാമ്പർ കുലുങ്ങാൻ തുടങ്ങി. അപ്പോൾ വളരെ അൺസ്റ്റേബിൾ ആയ സ്ഥലത്താണ് വന്ന് ലാൻഡ് ചെയ്തത്. അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് ലിയോ പറഞ്ഞു. പക്ഷെ അവൻ ചാമ്പറിന്റെ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അത് ഓപ്പൺ ആകുന്നില്ല. കാലുകൊണ്ട് ചവിട്ടി തുറക്കാൻ നോക്കി. എന്നിട്ടും ഒരു രക്ഷയുമില്ല. അവസാനം ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് ഗ്ലാസ് പൊട്ടിച്ചു. എന്നാൽ പുറത്തിറങ്ങാൻ തുടങ്ങിയതും ചാമ്പർ മറിഞ്ഞു വീണു. അതിനിടയിൽ പൊട്ടിയ ഗ്ലാസിൽ കുടുങ്ങി അവന്റെ സ്യൂട്ട് ചെറുതായിട്ടൊന്ന് കീറിപ്പോയി. അതിലൂടെ സ്യൂട്ടിലുള്ള കുറെ ഓക്സിജൻ നഷ്ടമാവുകയും ചെയ്തു. ഭാഗ്യത്തിന് അവന്റെ റിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈപ്പ് സ്പ്രേ ഉണ്ടായിരുന്നു. അതെടുത്ത് അടിച്ച് കീറിയ ഭാഗം ശരിയാക്കി. ഉടനെ ചാമ്പറിൽ തീ പിടിക്കാൻ തുടങ്ങി. അവൻ വെപ്രാളപ്പെട്ട് വളരെ വേഗം പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ അവന്റെ സ്പേസ്ഷിപ്പ് നിയന്ത്രണമില്ലാതെ വരുന്നത് കണ്ടു. അത് മൊത്തം തീ പിടിച്ചിരിക്കുകയാണ്. അവസാനം അത് കുറെ അകലെ വന്ന് നിലം പതിച്ച് പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ നിന്നും വന്ന ഷോക്ക് വേവ് കാരണം അവൻ ചെന്ന് തെറിച്ചു വീണു. ശേഷം ഞാനിതെവിടെയാണ് നിൽക്കുന്നതെന്ന് അവൻ ലിയോടടുത്ത് ചോദിച്ചു. അപ്പോൾ ലിയോ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. സംഭവം 3 വർഷങ്ങൾക്ക് മുൻപാണ് സ്പേസ്ഷിപ്പ് ഭൂമിയിൽ നിന്നും പുറപ്പെട്ടത്. ഭൂമിയിൽ നിന്നും 7 പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള ഒരു ഗ്രഹമായിരുന്നു ലക്ഷ്യം. അവിടെ എത്താൻ സാധാരണഗതിയിൽ 5 വർഷങ്ങളെടുക്കും. എന്നാൽ സമയവും ഇന്ധനവും ലാഭിക്കാൻ വേണ്ടി ശരിയായ പാതയിലൂടെ പോകേണ്ടതിന് പകരം സ്പേസ്ഷിപ്പിനെ വളരെ അപകടകരമായ ഒരു ഷോർട്ട് കട്ടിലൂടെയാണ് കമ്പനി അയച്ചത്. അങ്ങനെ ഷോർട്ട് കട്ടിലൂടെ വരുന്ന വഴിക്കാണ് ഈ അപകടം പറ്റിയത്. മനുഷ്യരാശി ഇതുവരെ കാല് കുത്തിയിട്ടില്ലാത്ത ഒരു ഗ്രഹത്തിലാണ് ഇപ്പോൾ അവര് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലിയോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അകലെ ഒരു പ്രകാശം കണ്ടു. അത് എന്നെ പോലെ സർവൈവ് ചെയ്ത ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി അവൻ വേഗം അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. നടക്കുന്നതിനിടയിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് റേഡിയോ വഴി മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ റിപ്ലൈ ചെയ്യുന്നില്ല. കുറച്ചു ദൂരം പോയപ്പോൾ സ്പേസ്ഷിപ്പിന്റെ ചെറിയൊരു ഭാഗം തകർന്നു കിടക്കുന്നത് കണ്ടു. അതിൽ ഓക്സിജൻ ടാങ്ക് ഉണ്ടായിരിക്കുമെന്ന് കരുതി ചെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഓക്സിജൻ ടാങ്കും തകർന്നു കിടക്കുകയാണ്. അത് കളഞ്ഞിട്ട് അവൻ വീണ്ടും പ്രകാശം കണ്ട ദിശയിലേക്ക് നടന്നു. പക്ഷേ അവിടെ ഏതോ ഒരു ജീവിയുടെ നഖത്തിന്റെ പാട് കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചില്ല. കുറച്ച് കിലോമീറ്ററുകൾ നടന്ന് അവസാനം അവൻ പ്രകാശം കണ്ട സ്ഥലത്തെത്തി. അവിടെ ഡൊയിനെ കണ്ടു. അവനും ജോണിനെ പോലെ സർവൈവ് ചെയ്തതാണ്. ജോൺ ചെന്ന് അവന്റെ അടുത്ത് സംസാരിച്ചു. ഈ അപകടം പറ്റിയ വിവരം ഭൂമിയിലുള്ളവരെ അറിയിച്ച് റെസ്ക്യൂവേഴ്സിനെ വിളിച്ചു വരുത്താൻ വേണ്ടി അവൻ ഒരു എമർജൻസി ബീക്കൺ റെഡിയാക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഈ ലൈറ്റുകൾ. ഈ ബീക്കണിൽ നിന്നുമുള്ള മെസ്സേജ് കിട്ടുമ്പോൾ കമ്പനി ഇവരെ രക്ഷിക്കാനായിട്ട് റെസ്ക്യൂവേഴ്സിനെ അയക്കും. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ മെസ്സേജ് ഭൂമിയിലെത്താൻ 8 മാസങ്ങളെടുക്കും. പിന്നെ അവിടുന്ന് റെസ്ക്യൂവേഴ്സ് ഇവിടെ എത്താൻ വീണ്ടും 2 വർഷങ്ങളെടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 3 വർഷത്തേക്ക് ഇവർ ഇവിടെ ട്രാപ്പ് ആയിരിക്കുകയാണ്. അത് കേട്ട് ജോൺ ആകെ നിരാശനായി.
അപ്പോൾ നീ പേടിക്കണ്ട, എന്റെ കൂടെ നിന്നാൽ നിനക്കും രക്ഷപ്പെടാമെന്ന് ഡ്വെയ്ൻ പറഞ്ഞു. സ്പേസ്ഷിപ്പിന്റെ ഏറ്റവും വലിയ ഭാഗം ഇവിടുന്ന് കുറച്ച് അകലെയാണ് ചെന്ന് വീണത്. അവിടെ ചെന്ന് നോക്കിയാൽ അടുത്ത 3 വർഷം സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കിട്ടുമെന്നാണ് ഡ്വെയ്ൻ കരുതുന്നത്. ഈ ബീക്കൺ റെഡിയാക്കി മെസ്സേജ് അയച്ച ശേഷം നമുക്ക് അങ്ങോട്ട് പോകാമെന്നും ഡ്വെയ്ൻ പറഞ്ഞു. സംഭവം ഡ്വെയ്നിന് ബഹിരാകാശ യാത്രകൾ ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതുപോലെ പണ്ടും പല തവണ പല ഗ്രഹങ്ങളിലും അവൻ ട്രാപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ സർവൈവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അവന് കൃത്യമായിട്ട് അറിയാം. എന്തായാലും അങ്ങനെ അവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ജോണിന്റെ കാല് തട്ടി അബദ്ധത്തിൽ ഒരു വയർ ഊരിപ്പോയി. അവൻ അതെടുത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി തിരിഞ്ഞതും പെട്ടെന്ന് എന്തോ ഒരു ജീവി വന്ന് ഡ്വെയ്നെ പിടിച്ചോണ്ടുപോയി. ചുറ്റും വീശുന്ന ശക്തമായ കാറ്റിന്റെ ശബ്ദത്തിൽ ജോൺ അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ വയറ് കണക്ട് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയതും ഡ്വെയ്ൻ അപ്രത്യക്ഷമായി. ഇവരിതെവിടെ പോയെന്നോർത്ത് ജോൺ ആകെ കൺഫ്യൂഷനിലായി. പിന്നെ അവൻ തന്നെ ബീക്കൺ റെഡിയാക്കി ഭൂമിയിലേക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് നോക്കിയപ്പോൾ അവിടെ ഡ്വെയ്ന്റെ തോക്കിരിക്കുന്നത് കണ്ടു. അതും എടുത്തോണ്ട് അവൻ നേരത്തെ ഡ്വെയ്ൻ പറഞ്ഞ സ്പേസ്ഷിപ്പിന്റെ വലിയ ഭാഗം വീണ സ്ഥലം ലക്ഷ്യമിട്ട് നടക്കാൻ തുടങ്ങി. നടക്കുന്നതിനിടയിൽ വേറെ സർവൈവേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് റേഡിയോ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും റിപ്ലൈ തരുന്നില്ല. പല മണിക്കൂറുകളോളം നടന്ന് ഒടുവിൽ അവൻ ഒരു ക്ലിഫിന് മുകളിലെത്തി. അപ്പോഴാണ് റേഡിയോ വഴി ആരോ വിളിക്കുന്നത് കേട്ടത്. അത് നവോമി എന്നൊരു സർവൈവറാണ്. വന്ന് ലാൻഡ് ചെയ്തപ്പോൾ ചാമ്പർ അവളുടെ കാലിന് മീതെയാണ് വന്ന് വീണത്. അത് കാരണം അവൾ ഒരിടത്ത് കുടുങ്ങി കിടക്കുകയാണ്. അവളുടെ മറ്റ് സർവൈവേഴ്സിനെ സ്കാൻ ചെയ്യാനുള്ള ഡിവൈസ് ഒക്കെയുണ്ട്. അത് വെച്ച് സ്കാൻ ചെയ്തപ്പോൾ അവളും ജോണും ഡ്വെയ്നും അല്ലാതെ വേറെ ആരും തന്നെ ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നാണ് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ വന്ന് ലാൻഡ് ചെയ്ത ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് സംഭവിച്ചുവെന്ന് അവൾക്ക് യാതൊരു ഐഡിയയും ഇല്ല. ജോണിനും അത് വളരെ വിചിത്രമായിട്ട് തോന്നി. എന്തായാലും നവോമി അവളുടെ ലൊക്കേഷൻ ജോണിന് അയച്ചു കൊടുത്തു. എന്നിട്ട് എത്രയും വേഗം വന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ വളരെ അൺസ്റ്റേബിൾ ആയ ഒരു സ്ഥലത്താണ് അവൾ ആയിരിക്കുന്നത്. അതായത് അവിടെ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, സ്പേസ്ഷിപ്പിൽ എത്താനുള്ളതിനേക്കാൾ കൂടുതൽ ദൂരമുണ്ട് അവളുടെ പക്കലെത്താൻ. ജോൺഡേലാണെങ്കിൽ ഇനി വളരെ കുറച്ച് ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അവളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സ്പേസ്ഷിപ്പിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവന്റെ ഓക്സിജൻ തീർന്നു പോകും. അതിനാൽ അവളെ രക്ഷിക്കാൻ നിൽക്കാതെ നേരെ സ്പേസ്ഷിപ്പിലോട്ട് പോകാനാണ് ലിയോ നിർദ്ദേശിക്കുന്നത്. എന്നാൽ അവളുടെ ഓക്സിജൻ ടാങ്ക് ഫുള്ളാണ്. അത് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രണ്ടുപേർക്കും സ്പേസ്ഷിപ്പിൽ എത്താൻ സാധിക്കും. അതുകൊണ്ട് നീ കൂടുതലൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് എന്നെ വന്ന് രക്ഷിക്കെന്ന് വീണ്ടും നവോമി പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ജോൺ ആകെ ആശങ്കയിലായി. അവസാനം അവളെ രക്ഷിക്കാമെന്ന് തന്നെ അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ അവളുടെ ലൊക്കേഷനിലേക്ക് നടക്കാൻ തുടങ്ങി. അവളുടെ അടുത്ത് സംസാരിച്ചാണ് അവൻ നടക്കുന്നത്. നടന്ന് നേരം ഇരുട്ടിയതുപോലും അവൻ അറിഞ്ഞില്ല. ഒടുവിൽ ഒരിടത്തെത്തിയപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ഒന്നും കണ്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നിയതായിരിക്കുമെന്ന് കരുതി അവൻ അത് കാര്യമാക്കാതെ വീണ്ടും നടന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എന്തോ ഒരു ജീവി അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം കുറെ ദൂരം നടന്നപ്പോൾ മഞ്ഞ് പൊഴിയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരിടത്ത് വല നെയ്ത് വെച്ചിരിക്കുന്ന കുറെ കുഴികൾ കണ്ടു. അവൻ അതിനെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നതിനിടയിൽ കുറച്ചകലെ എന്തോ ഒരു ജീവിയുടെ മുരൾച്ച കേട്ടു. അവൻ ശരിക്കും പേടിച്ചുപോയി. ഉടനെ എന്തോ ഒരു ജീവി സമീപത്ത് കൂടെ പായുന്നതും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് ലൈറ്റുകളൊക്കെ അണച്ചിട്ട് അവനൊരു പാറയുടെ പിന്നിൽ ഒളിച്ചിരുന്നു. നവോമി ഉടനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ജോണിന്റെ തൊട്ടു മുന്നിൽ കുറെ ആൾക്കാർ നിൽക്കുന്നതായിട്ടാണ് സ്കാനറിൽ കാണിച്ചത്. പക്ഷെ അവനാണെങ്കിൽ ആരെയും കാണാനും സാധിക്കുന്നില്ല. അവൻ ആകെ പേടിച്ച് വിറച്ചു. പെട്ടെന്ന് കുറച്ചകലെ ആരോ ഫ്ലെയർ ഗണ്ണ് വെടിവെക്കാൻ തുടങ്ങി. അതിന്റെ വെട്ടത്തിൽ ജോണിന്റെ മുന്നിലുള്ളതാരാണെന്ന് അവന് കാണാൻ പറ്റി. അതൊരു ഭീകരമായ ഏലിയനാണ്. സംഭവം അത് സർവൈവേഴ്സിനെയൊക്കെ പിടിച്ച് തിന്നത് കാരണം അവരുടെ ട്രാക്കേഴ്സും ഒക്കെ അതിന്റെ വയറ്റിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് മുന്നിൽ കുറെ പേര് നിൽക്കുന്നതായിട്ട് സ്കാനറിൽ കാണിച്ചത്. അപ്പോ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് സംഭവിച്ചുവെന്ന് ജോൺ ഊഹിച്ചു. അവൻ വെപ്രാളത്തിൽ തോക്കെടുത്ത് അതിനെ വെടിവെക്കാൻ നോക്കി. പക്ഷെ അത് വർക്കാകുന്നില്ല. അതുകൊണ്ട് അവൻ വേഗം ജീവനും കൊണ്ട് അവിടുന്ന് ഓടി. ഏലിയനും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പാറകൾക്കിടയിലൂടെ അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കി. എന്നിട്ടും അത് വിടാതെ പിന്തുടർന്നു. ഒടുവിൽ ഓടുന്നതിനിടയിൽ അവൻ ഒരു ക്ലിഫിൽ നിന്ന് കാല് തന്നെ താഴോട്ട് വീണു. അതൊരു ചരിഞ്ഞ ക്ലിഫ് ആയതുകൊണ്ടും പിന്നെ താഴെ മഞ്ഞുണ്ടായിരുന്നതിനാലും ഭാഗ്യത്തിന് അവന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഇനി കുറച്ചു നേരത്തേക്കുള്ള ഓക്സിജൻ മാത്രമേ ബാക്കിയുള്ളൂവെന്ന് ലിയോ അറിയിപ്പ് കൊടുത്തു. സംഭവം വീഴ്ചയിൽ സ്യൂട്ടിൽ വീണ്ടും ഒരു ചെറിയ കീറൽ പറ്റി. അതിലൂടെ ഓക്സിജൻ ലീക്ക് ആവുകയാണ്. അവൻ പെട്ടെന്ന് റിപ്പയർ സ്പ്രേ എടുത്തടിച്ച് അത് ശരിയാക്കി. അപ്പോഴാണ് അവൻ റേഡിയോ വഴി ഡ്വെയ്നിന്റെ ശബ്ദം കേട്ടത്. അവൻ ഇതുവരെ മരിച്ചിട്ടില്ല. അവൻ തൊട്ടടുത്ത് ഏലിയൻസുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് അവയെ നേരിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് എന്നെ വന്ന് സഹായിക്കെന്നും പറഞ്ഞ് അവൻ ജോണിനെ വിളിക്കുകയാണ്. അങ്ങനെ ജോൺ വേഗം അങ്ങോട്ടോടി. അവിടെ എത്തിയപ്പോൾ ഡ്വെയ്ൻ ഒരു ഫ്ലെയർ ഗൺ ഉപയോഗിച്ച് ഏലിയൻസിനെ ആക്രമിക്കുന്നത് കണ്ടു. അപ്പോൾ ഇവനാണ് നേരത്തെയും ഫ്ലെയർ ഗണ്ണ് വെടിവെച്ചതെന്ന് ജോണിന് മനസ്സിലായി. പക്ഷേ നിർഭാഗ്യവശാൽ ജോൺ ഡ്വെയ്നിന്റെ അടുത്തെത്താറായതും ഒരു ഏലിയൻ വന്ന് ഡ്വെയ്നെ കൊന്നുകളഞ്ഞു. ജോൺ ഉടനെ അടുത്തു കണ്ട് ഒരു ചാമ്പറിന് പിന്നിൽ ഒളിച്ചിരുന്നു. എന്നാൽ വീണ്ടും അവിടെ മറ്റൊരു ഏലിയനും കൂടെ വന്നു. അത് ജോണിന്റെ ചാമ്പറിന് നേർക്കാണ് വരുന്നത്.
അപ്പോൾ നവോമിക്ക് ഒരു ഐഡിയ തോന്നി. അവള് സമീപത്തുള്ള മറ്റ് ചാമ്പേഴ്സിന്റെ ലൈറ്റുകളും AI അസിസ്റ്റന്റുകളും ആക്ടിവേറ്റ് ചെയ്തു. അത് കാരണം ഏലിയൻസിന്റെ ശ്രദ്ധ മറ്റ് ചാമ്പേഴ്സിലോട്ട് മാറി. ആ തക്കത്തിൽ ജോൺ അവിടുന്ന് ഓടി. പക്ഷെ ഉടനെ ഏലിയൻസ് അവനെ കണ്ടു. അവനെ കുറെ ദൂരം അവ തുരത്തി. ഓടി ഓടി അവൻ ഒരു പുക നിറഞ്ഞ സ്ഥലത്തെത്തിയതും പിന്നെ ഏലിയൻസ് തിരിച്ചുപോയി. എന്തിൽ നിന്നോ പേടിച്ചു പോകുന്നത് പോലെയാണ് അവ പോയത്. ഒരുപക്ഷെ ഏലിയൻസ് നവോമി ആയിരിക്കുന്ന സ്ഥലത്തും എത്താൻ സാധ്യതയുണ്ട്. അതിനാൽ നീ സേഫ് ആയിട്ട് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒളിച്ചിരിക്കാൻ ജോൺ പറഞ്ഞു. പക്ഷെ അവളുടെ കാല് കുടുങ്ങിയിരിക്കുന്നത് കാരണം അവൾക്ക് അവിടുന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അത് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ നീ പേടിക്കണ്ട, ഞാൻ വന്ന് നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ജോൺ അവളെ സമാധാനിപ്പിച്ചു. ശേഷം ഒരിടത്തെത്തിയപ്പോൾ മിന്നാമിന്നികൾ പോലത്തെ കുറെ പ്രാണികളെ കണ്ടു. അവ വളരെ മനോഹരമായിട്ട് അവന് തോന്നി. എന്നാൽ പെട്ടെന്ന് അതെല്ലാം ചുവപ്പായിട്ട് മാറി. എന്നിട്ടെല്ലാം കൂടെ അവനെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ ചെറിയ പ്രാണികളായതുകൊണ്ട് അവനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ചു ദൂരം ഓടിയപ്പോഴേക്കും അവയെല്ലാം മാറിപ്പോവുകയും ചെയ്തു. രക്ഷപ്പെട്ടു എന്ന് കരുതി നിൽക്കുമ്പോഴാണ് എന്തോ ഒരു മുരൾച്ച കേട്ടത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഭീമാകാരമായ മണ്ണിര പോലത്തെ ഒരു ജീവി ഭൂമിക്കടിയിലൂടെ വന്ന് അവനെ പിടികൂടി. എന്നിട്ട് പതിയെ പതിയെ അത് അവനെ വിഴുങ്ങി. അവന് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. അവന്റെ മരണം അവൻ മുന്നിൽ കണ്ടു. അപ്പോഴാണ് നേരത്തെ ലിയോ ഡിഫിബ്രിലേറ്ററിന്റെ കാര്യം പറഞ്ഞത് ജോൺ ഓർത്തത്. ഉടനെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ ജോൺ ലിയോയുടെ അടുത്ത് പറഞ്ഞു. ലിയോ അത് ആക്ടിവേറ്റ് ചെയ്തതും ജോണിനും ഏലിയനും ശക്തമായ ഷോക്ക് അടിച്ചു. അത് കാരണം അത് അവനെ തുപ്പിക്കളഞ്ഞു. ദേഷ്യം തോന്നിയ ഏലിയൻ വീണ്ടും അവനെ പിടിക്കാൻ വന്നു. അവൻ വെപ്രാളത്തിൽ അവിടെ എണീറ്റ് ഓടുന്നതിനിടയിൽ കാല് തന്നെ ഒരു ടണലിൽ ചെന്ന് വീണു. അത് ശരിക്കും മിന്നാമിന്നികളുടെ ഒരു കൂടായിരുന്നു. അവനെ കണ്ടതും മിന്നാമിന്നികളെല്ലാം കൂടെ അവനെ ആക്രമിക്കാൻ തുടങ്ങി. അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ടണലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മിന്നാമിന്നികൾ തിരിച്ചു പോയത്. ശേഷം അവൻ വീണ്ടും നടക്കാൻ തുടങ്ങി. ഓക്സിജന്റെ അളവ് തീരെ കുറവാണ്. ഒരുപക്ഷെ നവോമിയുടെ അടുത്ത് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്നാണ് ലിയോ പറഞ്ഞത്. എന്നിരുന്നാലും അവനത് കാര്യമാക്കാതെ വേഗം നടന്നു. ഒടുവിൽ അവൻ നവോമിയുടെ ലൊക്കേഷനിലെത്തി. അവിടെ ഒരുപാട് ചാമ്പേഴ്സ് തകർന്നു കിടക്കുന്നത് കാണാം. അവയ്ക്കിടയിൽ നവോമിയുടെ ചാമ്പർ മാത്രം ഒരിടത്ത് സേഫ് ആയിട്ട് കിടക്കുന്നത് കണ്ടു. അവൻ വേഗം അങ്ങോട്ടോടി. അപ്പോഴേക്കും അവന്റെ ഓക്സിജൻ തീർന്നു പോയിരുന്നു. അതിനാൽ ഓടുന്നതിനിടയിൽ ശ്വാസം കിട്ടാതെ ഇടയ്ക്കിടയ്ക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും അവൻ സകല ശക്തിയും കൈവരിച്ച് വീണ്ടും ഓടി. അങ്ങനെ അവസാനം അവൻ നവോമിയുടെ പക്കലെത്തി. അവള് പെട്ടെന്ന് ചാമ്പറിന്റെ വാതിൽ തുറന്നു കൊടുത്തു. അകത്ത് കയറിയതും അവൾ ഒരു പൈപ്പിലൂടെ അവന്റെ സ്യൂട്ടിനെ അവളുടെ ഓക്സിജൻ ടാങ്കുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോഴാണ് അവന് നേരെ ശ്വസിക്കാൻ പറ്റിയത്. പിന്നെ അവൻ അവളുടെ കാല് വലിച്ചൂരാൻ സഹായിച്ചു. കാല് ഒടിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷേ ഭാഗ്യത്തിന് നോക്കിയപ്പോൾ ഒടിഞ്ഞിട്ടൊന്നുമില്ല. ശേഷം രണ്ടുപേരും പുറത്തിറങ്ങി. അപ്പോഴാണ് ജോണിന്റെയിൽ ഇരിക്കുന്ന തോക്ക് കണ്ടത്. അത് വർക്കാകുന്നില്ലെന്ന് ജോൺ പറഞ്ഞു. സംഭവം അത് ആക്ടിവേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് വർക്കാകാത്തത്. ഉയർന്ന റാങ്കിലുള്ള ഓഫീസേഴ്സിന് മാത്രമേ അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. നവോമി ശരിക്കും ഉയർന്ന റാങ്കിലുള്ള ഓഫീസറാണ്. അങ്ങനെ അവൾ അത് വാങ്ങി ആക്ടിവേറ്റ് ചെയ്തു. ഉടനെ അവിടെ കുറെ ഏലിയൻസ് എത്തി. വെടിവെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. കാരണം അത്രയേറെ ഏലിയൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ടുപേരും വേഗം അവിടെ ഓടി. വയ്യാത്ത കാലം വെച്ച് അവൾക്ക് ഓടാൻ വളരെ പ്രയാസമായിരുന്നു. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് അവള് വേദന മാറാനുള്ള ചില മരുന്നുകൾ കുത്തിവെക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഓടി ഓടി അവര് സ്പേസ്ഷിപ്പിന്റെ ലൊക്കേഷനിലെത്തി. അതിന് അധികം കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഏലിയൻസ് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. സ്പേസ്ഷിപ്പിൽ കയറുന്നതിന് മുന്നേ ഏലിയൻസ് അവരെ പിടിക്കുമെന്ന് തോന്നിയപ്പോൾ നവോമി ഫ്ലെയർ ഗൺ എടുത്ത് അകലേക്ക് വെടിവെച്ചു. അപ്പോൾ കുറച്ചു നേരത്തേക്ക് ഏലിയൻസ് ആ പ്രകാശത്തിന്റെ പിന്നാലെ പോയി. ആ തക്കത്തിൽ രണ്ടുപേരും ഓടി സ്പേസ്ഷിപ്പിനുള്ളിൽ കയറി. എന്നിട്ട് വാതിലടയ്ക്കാൻ നോക്കിയപ്പോൾ കൺട്രോൾസ് കൃത്യമായിട്ട് വർക്കാകുന്നില്ല. ഏലിയൻസ് ആണെങ്കിൽ അവരെ പിടിക്കാനായിട്ട് പാഞ്ഞു വരുന്നുണ്ട്. അവസാനം ഒരെണ്ണം അകത്ത് കയറാൻ വന്നതും അവൾക്ക് വാതിലടയ്ക്കാൻ പറ്റി. അത് കാരണം ആ ഏലിയൻ വാതിലിൽ കുടുങ്ങിപ്പോവുകയും അത് രണ്ടായിട്ട് മുറിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ അവർ അതിൽ നിന്നും രക്ഷപ്പെട്ടു. ശേഷം ഉപയോഗപ്രദമായ എന്തെങ്കിലും കിട്ടുമോ എന്ന് തേടി അവര് സ്പേസ്ഷിപ്പിലൂടെ നടക്കാൻ തുടങ്ങി. അവസാനം ഷിപ്പിന്റെ സ്റ്റോറേജ് സെക്ഷനിലെത്തിയപ്പോൾ അവിടെ ഒരു റൂമിൽ കുറെ ആഹാര സാധനങ്ങളും മറ്റ് സപ്ലൈസും ഒക്കെ ഇരിക്കുന്നത് കണ്ടു. അടുത്ത 3 വർഷം അതിജീവിക്കാനുള്ള എല്ലാം തന്നെ ആ റൂമിൽ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് അവർക്ക് സമാധാനമായത്. പക്ഷെ ആ സമാധാനം അധിക നേരം നിലനിന്നില്ല. കാരണം ഈ റൂമിന്റെ വാതിൽ തുറക്കണമെങ്കിൽ കൺട്രോൾ സെന്ററിൽ പോകണം. എന്നാൽ കൺട്രോൾ സെന്ററിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ വല നെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ ഒരുപാട് മൃതശരീരങ്ങളും കിടപ്പുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഏലിയൻസ് സ്പേസ്ഷിപ്പിനുള്ളിൽ കയറി പറ്റിയെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അത് കണ്ട് പേടിച്ചു നിൽക്കുന്ന സമയം അവിടെ ഒരു ഏലിയൻ കയറി വന്നു. അവര് ഒരിടത്ത് ഒളിച്ചിരുന്നു. പക്ഷെ എങ്കിലും അത് അവരെ കണ്ടുപിടിച്ചു. അങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി രണ്ടുപേരും വേഗം അവിടെ ഓടി. ഏലിയൻ വിടാതെ പിന്തുടർന്നു. അവസാനം അവരൊരു റൂമിൽ കയറി വാതിലടച്ചു. പക്ഷെ അത് വലിയ മണ്ടത്തരമായി പോയി. കാരണം ഈ റൂമിന്റെ വാതില് പുറത്തു നിന്നും മാത്രമേ തുറക്കാൻ പറ്റൂ. അതായത് അവരവിടെ ട്രാപ്പായി പോയെന്നർത്ഥം. ഏലിയൻ ആണെങ്കിൽ വാതിലിൽ വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അത് വാതിലും തകർത്ത് ഉള്ളിൽ കയറി വരും. അപ്പോൾ എന്തായാലും മരണം ഉറപ്പായെന്ന് അവർക്ക് മനസ്സിലായി.
ഈ റൂമിൽ ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് ഹെൽമെറ്റ് ഒക്കെ ഊരി മരണത്തെയും കാത്ത് അവരവിടെ ഇരുന്നു. അതിനിടയിൽ ജോൺ അവന്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞു കൊടുത്തു. അവന്റെ ഫാമിലിയുമായിട്ട് അവൻ ഒരു ദിവസം യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു വലിയ ട്രക്ക് വന്ന് അവരുടെ കാറിലിടിച്ചു. ആ ആക്സിഡന്റിൽ അവൻ ഒഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു. അന്ന് വണ്ടി ഓടിച്ചത് ജോൺ ആയിരുന്നു. അതിനാൽ താൻ കാരണമാണ് തന്റെ കുടുംബം മുഴുവൻ കൊല്ലപ്പെട്ടതെന്നാണ് ജോൺ കരുതുന്നത്. അത് കേട്ട് വിഷമം തോന്നിയ നവോമി അവനെ ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് ജോണിന്റെ സ്യൂട്ടിന് പിന്നിൽ മിന്നാമിന്നികളുടെ ചെറിയൊരു കോഡിരിക്കുന്നത് നവോമി കണ്ടത്. അവൾക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഏലിയൻ വാതിലും തകർത്ത് അകത്ത് കയറി വന്നതും അവൾ ആ കോഡ് എടുത്ത് ഏലിയന്റെ നേർക്ക് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ മിന്നാമിന്നികളെല്ലാം കൂടെ ഏലിയനെ ആക്രമിച്ചു. ആ തക്കത്തിൽ അവരവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിന് മുകളിലാണ് അവർ ചെന്നെത്തിയത്. തിരിച്ചോടാമെന്ന് കരുതിയപ്പോൾ ഏലിയനും പിന്നാലെ അവിടെ എത്തി. അവരാ വാതിൽ അടയ്ക്കാൻ നോക്കിയിട്ട് പറ്റുന്നതുമില്ല. അവസാനം അതവരെ ആക്രമിക്കാൻ വന്നതും അവര് നേരെ താഴോട്ടെടുത്ത് ചാടി. തൊട്ടു പിന്നാലെ ഏലിയനും താഴെ ചാടി വന്നു. എന്നിട്ട് അതവരെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. അവൻ റിപ്പയർ സ്പ്രേ എടുത്ത് അതിന്റെ വായിലോട്ട് എറിഞ്ഞതും അത് പൊട്ടിത്തെറിച്ച് ഏലിയന്റെ വായും മുഖവും ഒക്കെ പശ കൊണ്ട് നിറഞ്ഞു. ഏലിയൻ അത് വലിച്ചിളക്കി കളയുന്ന സമയം കൊണ്ട് അവര് വീണ്ടും അവിടുന്ന് ഓടി. പക്ഷെ അധിക ദൂരം എത്തുന്നതിന് മുന്നേ ഏലിയൻ ചാടി വന്ന് അവരെ ആക്രമിച്ചു. ഇനി എന്തായാലും ഇതിനെ കൊല്ലാതെ വേറെ നിവർത്തിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. ശേഷം രണ്ടുപേരും രണ്ട് വഴിക്കോടി. ഏലിയൻ നവോമിയുടെ പിന്നാലെയാണ് പോയത്. അപ്പോൾ ഈ തക്കത്തിൽ നീ ഇതിനെ കൊല്ലാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിക്കെന്ന് നവോമി പറഞ്ഞു. നോക്കിയപ്പോൾ മുകളിൽ കുറെ ചാമ്പേഴ്സ് ഉള്ളത് ജോൺ ശ്രദ്ധിച്ചു. അപ്പോ അവനൊരു ഐഡിയ തോന്നി. അവൻ ഏണിയിലൂടെ വലിഞ്ഞ് മുകളിൽ കയറി. അപ്പോഴാണ് ഏലിയൻ നവോമിയെ അടിച്ച് തള്ളിയിട്ടത്. ജോൺ ഉടനെ ലൈറ്റുകളെല്ലാം ഓഫ് ആക്കി. അത് കാരണം നവോമിക്ക് രക്ഷപ്പെടാൻ പറ്റി. ഏലിയൻ അവളെ തിരയാൻ തുടങ്ങി. പക്ഷെ ഇരുട്ടത്ത് ഏലിയൻ അവളെ കാണാൻ പറ്റിയില്ല. ഇവിടെ ജോൺ ഒരു ചാമ്പറിനുള്ളിൽ കയറിയിട്ട് നീ ആ ഏലിയനെ എങ്ങനെയെങ്കിലും എന്റെ പക്കലേക്ക് കൊണ്ടുവരാൻ നവോമിയോട് പറഞ്ഞു. അവള് കുറച്ച് എമർജൻസി ലൈറ്റുകളൊക്കെ എടുത്ത് കഴുത്തിൽ ചുറ്റിയിട്ട് ശബ്ദമുണ്ടാക്കിയതും ഏലിയൻ അവളെ കണ്ടു. അങ്ങനെ അത് അവളെ തുരത്താൻ തുടങ്ങി. അവൾ അതിനെയും കൊണ്ട് നേരെ ജോണിന്റെ പക്കലേക്കാണ് വന്നത്. അത് അടുത്തെത്താൻ വേണ്ടി ജോൺ കാത്തിരുന്നു. അവസാനം അടുത്തെത്തിയതും അവൻ പെട്ടെന്ന് ചാമ്പറിനെ റിലീസ് ചെയ്തു. അത് നേരെ വന്ന് ഏലിയന്റെ തലമണ്ടേ കൂടെയാണ് വന്ന് വീണത്. ആ വീണതിന്റെ ആഘാതത്തിൽ ഏലിയൻ ചമ്മന്തിയായി പോയി. അങ്ങനെ ഒടുവിൽ അവരാ ഏലിയനെ കൊന്നു. അവള് വേഗം ചെന്ന് അവനെ ചാമ്പറിൽ നിന്ന് പുറത്തെടുത്തു. വീണതിന്റെ ആഘാതത്തിൽ അവനും മരിച്ചുപോയി എന്നാണ് അവൾ ആദ്യം കരുതിയത്. എന്നാൽ അവൻ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. അപ്പോഴേക്കും രാവിലെയായി. ശേഷം അവർ ചെന്ന് സ്പേസ്ഷിപ്പിന്റെ അകത്ത് കയറാനുള്ള എല്ലാ വാതിലുകളും ലോക്ക് ചെയ്തു. ഇനി ഒരു കാരണവശാലും ഏലിയൻസിന് ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ റെസ്ക്യൂവേഴ്സ് വരുന്നതുവരെ അവർ ഇതിനകത്ത് സേഫ് ആയിരിക്കും. ഒടുവിൽ ജനാലയ്ക്കരികിൽ നിന്നിട്ട് രണ്ടുപേരും കൂടെ ഗ്രഹത്തിന്റെ മനോഹാരിത നോക്കി നിൽക്കുന്ന ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.